व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा मनमोहन मुरलीवाला मनमोहन मुरलीवाला मनमोहन मुरलीवाला मनमोहन मुरलीवाला प्रभो गिरिधर गोपाला प्रभो गिरिधर गोपाला गिरिधर गोपाला प्रभो गिरिधर गोपाला गिरिधर गोपाला प्रभो गिरिधर गोपाला राजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा मनमोहन मुरलीवाला मनमोहन मुरलीवाला मनमोहन मुरलीवाला मनमोहन मुरलीवाला प्रभो गिरिधर गोपाला प्रभो गिरिधर गोपाला गिरिधर गोपाला प्रभो गिरिधर गोपाला गिरिधर गोपाला प्रभो गिरिधर गोपाला राजनन्दना घनश्याम सुन्दरा राजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा व्रजराजनन्दना घनश्याम सुन्दरा घनश्याम सुन्दरा घनश्याम सुन्दरा सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द जय हो सद्गुरु महाराज की जय। പലാസുരന്മാർ കംസൻ അയച്ചിട്ടും ഓരോന്നും തിരിച്ചു വരുന്നില്ല. അപ്പോഴാണ് അരിഷ്ടാസുരൻ പേരുള്ള അസുരൻ പുറപ്പെട്ടു. ഒരു കാളയുടെ രൂപം സ്വീകരിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നു. എന്താണ് കാരണം? ഗോപാലനായതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല വിചാരിച്ച് വന്നപ്പോഴാണ് ഗജ പ്രതി ഗജം യച, രണ്ട് ആനകൾ എങ്ങനെ യുദ്ധം ചെയ്യുന്നുവോ അതുപോലെ അവൻ്റെ കൊമ്പും പിടിച്ച് ഭഗവാൻ അവന് മുണ്ട് നമ്മൾ ഈരൻ മുണ്ടിങ്ങനെ പിഴിയുന്നത് പോലെയാണ് അവനെൻ്റെ തെറുബി അരിഷ്ടാസുരനെ വധിച്ചു. ആ സമയത്താണ് നാരദൻ കംസനോട് വിഷയം അറിയിച്ചു. ദേവിയുടെ 8ാമത്തെ ഉണ്ണിയാണ് കൃഷ്ണൻ. ഇത് പറഞ്ഞപ്പോൾ കംസൻ അക്രൂരനെ വിളിച്ചു വരുത്തി പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ഡ്രൈവറോട് വണ്ടി തരാം, വൃന്ദാവനത്തിൽ പോയി ആ കണ്ണനെയും ബലറാമനെയും ഇവിടെ കൊണ്ടുവരണം. ഞാൻ ധനുർയാഗം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ധനുർയാഗത്തിന് പറഞ്ഞ് വിളിച്ചാൽ മതി. ഇവിടെ വന്നാൽ ഞാൻ കുവളയാർഗേടുള്ള ആണയെ കൊണ്ട് വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മല്ലന്മാരെ കൊണ്ട് വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞപ്പോഴാണ് അക്രൂരൻ പറഞ്ഞത്, മനോരഥാൻ കരോച്ചിച്ചേഹി, എല്ലാവരും പ്ലാൻ ചെയ്യും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നടപ്പിലാക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി കൊണ്ടുവരാം, എന്ത് നടക്കുമോ നടക്കട്ടെ പറഞ്ഞ് അക്രൂരൻ പോയി. അക്രൂരൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ
വീണ്ടും ഒരു അസുരനെ പറഞ്ഞു വിട്ടു. കേശി എന്ന് പേരുള്ള അസുരൻ. ഈ അസുരനെ വധിച്ചത് കൊണ്ടാണ് കേശവൻ ഭഗവാనికి പേര് വരാൻ കാരണം. ഇവൻ കുതിര രൂപത്തിൽ വന്നു. വരുന്ന വഴിയിൽ അവിടെ സപ്താഹത്തിന് ചെന്നപ്പോഴാണ് അവിടെ ഭൃഗു പദാഘാത കഥാം നിശമ്യേ സേനാഭിശക്യം. ഭൃഗു മഹർഷി ഭഗവാന്റെ മാരടുത്ത് ചവിട്ടി കേട്ടപ്പോൾ നമുക്കും ആവാൻ വിചാരിച്ച് വന്നു. അങ്ങനെ കുതിര രൂപത്തിൽ വന്നാൽ രണ്ട് യോഗ്യതയാണ്. ചില മൃഗങ്ങൾ മുമ്പിൽ വന്നാൽ കടിക്കും, നായൊക്കെ സിംഹമൊക്കെ. അതുപോലെ ചവിട്ടും കഴുതുമൊക്കെ. ഇയാൾക്ക് രണ്ട് യോഗ്യത, മുന്നിൽ വന്നാൽ കടിക്കും കുതിര, പിന്നിൽ വന്നാൽ ചവിട്ടും. അങ്ങനെ കുതിരയുടെ രൂപം സ്വീകരിച്ച് വന്നു. അവൻ്റെ വായിൽ കൈവിട്ട് ഭഗവാൻ അവനെയും വധിച്ചു. അവനെ വധിച്ച ശേഷം ഭഗവാൻ കൈ കഴുകിയ സ്ഥലമാണ് വൃന്ദാവനത്തിൽ കേശി ഘാട്ട് എന്ന ഒരു സ്നാനഘട്ടമായി തീർന്നു. ഈ സമയത്താണ് നാരദൻ അവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞു, വേഗം കംസനെ വധിക്കണം, പല ലീലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്തണം പ്രാർത്ഥിച്ചു. ശരി പറഞ്ഞ ഭഗവാൻ അതിന് തയ്യാറായിരിക്കുന്നു. ഈ സമയത്താണ് ഇടയ്ക്ക് വ്യോമാസുരൻ ഒരാസുരൻ ഈ കുട്ടികളൊക്കെ ഒളിച്ചു വയ്ക്കാൻ തുടങ്ങി. അപ്പോഴും ഭഗവാൻ വ്യോമാസുരനെയും വധിച്ചു. അക്രൂരൻ കാത്തിരിക്കുന്നു. അക്രൂരോപിചതാം രാത്രി മധുപുര്യാൻ മഹാമതി ഉഷിത്വാരഥമാസ്ഥായ പ്രേയോ നന്ദഗോകുലം. അക്രൂരോപിചതാം രാത്രി. അക്രൂരർക്ക് രാത്രി ഉറക്കമില്ല. നാളെ നമുക്ക് വൃന്ദാവനം പോകാനുള്ള ഭാഗ്യമുണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ എപ്പോഴും നാമം ജപിച്ചിരിക്കുന്നു. ഒരു നല്ല ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ മഴ പെയ്യുള്ളൂ. ഹിരണ്യകശിപു രാജ്യഭരണത്തിലും മഴ ഉണ്ടാവാൻ കാരണം അവിടെ പ്രഹ്ലാദൻ നാരായണ നാരായണ നാമം ജപിച്ചിരുന്നു. രാമൻ്റെ രാജ്യഭരണകാലത്തും മഴ ഉണ്ടായി, ജനങ്ങൾക്ക് കുറച്ച് നന്മ ഉണ്ടായി. അത് കാരണം അവിടെ വിഭീഷണൻ രാമരാമ ജപിച്ചിരുന്നു. ഇവിടെയും കംസൻ്റെ രാജ്യഭരണകാലത്തും ഈ അക്രൂരൻ്റെ നാമജപം കൊണ്ടാണ് കുറച്ചെങ്കിലും അവർക്ക് നന്മ ഉണ്ടാവാൻ കാരണം. എപ്പോഴും കൃഷ്ണ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ വണ്ടി വന്നപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ സ്വന്തം വണ്ടി ഓട്ടി പോയിക്കോളാൻ പറഞ്ഞ് ഡ്രൈവറെ പറഞ്ഞു വിട്ടു. സ്വയം തന്നെ വണ്ടിയുമായി പുറപ്പെട്ടു. അക്രൂരൻ പോകുന്ന വഴിയിൽ വിചാരിക്കുന്നു, വൃന്ദാവനത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ, വൃന്ദാവനത്തിൽ പോയി ഭഗവാനെ കാണണമല്ലോ. ഭഗവാനെ കാണണമെങ്കിൽ ഗുരുകൃപ ഉള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ. അക്രൂരൻ ആലോചിച്ചു, എൻ്റെ ഗുരുനാഥൻ ആരാണെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എൻ്റെ ഗുരുനാഥൻ കംസനാണ്. കംസോപതാദ്യാകൃതമേത്യനുഗ്രഹം. കംസോപത അദ്യ അഗതമേ അത്യനുഗ്രഹം. കംസനാണ് എനിക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നത്. എന്താ കാരണം? വൃന്ദാവനം പോകുന്നു ആരാണ് പറയുന്നത് അവരാണ് ഗുരുനാഥന്മാർ. നമ്മുടെ ഗുരുനാഥനായി ഒരാളോട് നമ്മൾ വൃന്ദാവനം പോയിക്കൊണ്ടേ പറഞ്ഞാൽ ചോദിച്ചാൽ വേണ്ട പറഞ്ഞാൽ അയാൾ ഗുരുനാഥനില്ലേ. അടുത്ത വീട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നീ വൃന്ദാവനം പോയിട്ട് വരൂ, ഞാൻ നോക്കിക്കോളാം. എന്താ കാരണം? നമ്മുടെ വീട്ടുതോട്ടത്തിലെ തേങ്ങയും മാങ്ങയും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. വൃന്ദാവനം പോയ സമയത്തിൽ എടുക്കാൻ വേണ്ടി അടുത്ത വീട്ടുകാരൻ പറഞ്ഞാൽ അവനെ ഗുരുനാഥനായി വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് കംസനെപ്പോലും ഗുരുനാഥനായി വിചാരിക്കുന്നു അക്രൂരൻ. അങ്ങനെ പോകുന്ന വഴിയിൽ മാനുകൾ പ്രദക്ഷിണം വെച്ച് പോകുന്നു. ദ്രക്ഷ്യാമി നൂനം സുഖപോലാസികം സ്മിതാലോകാരുണ കഞ്ചലോചനം മുഖം കുന്ദസ്യ ഗുഡാലകാവൃതം പ്രദക്ഷിണം മേ പ്രചരന്തി വേ മൃഗാഃ. മാനുകൾ പ്രദക്ഷിണം വെച്ചപ്പോൾ വളരെ സന്തോഷമുണ്ടായി. വൃന്ദാവനത്തിൽ പോയി ഭഗവാനെ മാത്രം നമസ്കരിച്ചിട്ട് കാര്യമില്ല. വൃന്ദാവനത്തിൽ ഓരോ മരങ്ങളും പുല്ലും അവിടുത്തെ മൃഗങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്, അവിടുത്തെ കുരങ്ങന്മാരാണ്. നമസ്യ ആഭ്യാഞ്ച സഖീമേ വനൗകസഹ. ഞാൻ എല്ലാവരെയും നമസ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്രൂരൻ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിലാണ് വൃന്ദാവനത്തെ അടുത്തെത്തിയപ്പോഴാണ് ഭഗവാൻ നടന്നുപോയ ആ കാൽപ്പാടുകൾ കണ്ടു. ആ കാൽപ്പാട് കണ്ടപ്പോൾ അദ്ദേഹം തേരിൽ നിന്നും ചാടി അവിടെ വീണ്ടും സൈന്യപ്രദർശനം വച്ചു. ദദർശകോട്ടേക്ഷിതികൗതുകാനി പദാനി തസ്യ അഖിലലോകപാലകിരീടജുഷ്ടാമലപാദരേണോഃ. ദദർശകോട്ടേക്ഷിതികൗതുകാനി വിലക്ഷിതാനി അബ്ജയവങ്കുശാദ്യൈഃ
തദ്ദർശനാക്ലാദവിവൃദ്ധസംഭ്രമഃ പ്രിയംനോർധ്വരോമാശ്രുകലാകുലേക്ഷണഃ പ്രചാദവസ്കന്ധ്യസതേഷ്വചേഷ്ടത് പ്രഭോരമോനി അംഘ്രിരജാസ്യഹോ വിധി. ഭഗവാന്റെ പാദധൂളി കണ്ടപ്പോൾ അവിടെ ശയനപ്രശ്നം ചെയ്തു. ഇവിടെ പറയുന്നു ശുകാചാര്യൻ, ദേഹം ഭൃതാം ഇയാനർത്ഥഃ, ശരീരമെടുത്തിൻ്റെ പ്രയോജനം ഇത് തന്നെയാണ്. എന്താ കാരണം? ഭഗവാന്റെ പാദധൂളിയിലും ഭക്തന്മാരുടെ പാദധൂളിലും വീണ് നമസ്കരിക്കണം. നമ്മൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ, ഗുരുവായൂർ, തിരുപ്പതി, അങ്ങനെയുള്ള പുണ്യക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ ശയനപ്രദക്ഷിണം വയ്ക്കണം. എന്താ കാരണം? പല മഹാത്മാക്കൾ വരുന്ന സ്ഥലമാണ്. അവിടെ ശയനപ്രദക്ഷിണം ചെയ്താൽ വളരെ ഭാഗ്യം. പിന്നെ അക്രൂരൻ ഗോകുലത്ത് ഗ്രാമത്തിൽ വന്നു. അവിടെ അമ്മ പാല് കറക്കുന്ന സമയത്ത് അടുത്ത് ഇരിക്കുന്ന ഭഗവാൻ ഒരു സുവർണ്ണ കിണ്ണം വച്ചു. എന്താ കാരണം? ആ പാല് ഫ്രഷ് പാല് കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ സമയത്താണ് അക്രൂരൻ നമസ്കരിക്കുന്നു. രചാത്തൂർണമവപ്ലുത്യേ സുക്രൂരസ്നേഹവിഹ്വലത പപാതചരണോപാന്തേ ദണ്ഡവത് രാമകൃഷ്ണയോ. അങ്ങനെ വീണ്ടും നമസ്കരിച്ച ശേഷം ബലരാമസ്വാമി അക്രൂരൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു. ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു വശം കൃഷ്ണനും ഒരു വശം ബലരാമനും കിടന്നിരിക്കുന്നു. ചോദിച്ചു, എങ്ങനെ വന്നു ഇവിടെ? കംസൻ അയച്ചിട്ടാണോ അച്ഛനമ്മമാർ അയച്ചിട്ടാണോ ചോദിച്ചു. ഭഗവാനക്ക് അറിയാമല്ലോ സ്വന്തം അച്ഛനമ്മമാർ അവിടെ ഉണ്ട്. അപ്പോഴാണ് അക്രൂരൻ പറഞ്ഞു, വൃന്ദാവനത്തിലേക്ക് വരണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഭഗവാനെ നിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു. കംസൻ അവിടെ ധനുര്യാഗം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രധാനം അതിൻ്റെ അവളെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചില ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോഴാണ് ഇത് പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞത് ഭഗവാൻ. എല്ലാവരോടും പറഞ്ഞു, ധനുര്യാഗം നടത്താൻ പോകുന്നു കംസമഹാരാജാവ്. അതിനുവേണ്ട ദ്രവ്യപദാർത്ഥങ്ങൾ, പാൽ, തൈര്, വെണ്ണ, നെയ്യ് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അടുത്ത ദിവസം ഭഗവാൻ പുറപ്പെടാൻ തയ്യാറായി. ഈ സമയത്താണ് ഗോപികമാരൊക്കെ അഹോ വിഘാതഃ തവ ന ക്വചിത് ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ. അഹോ വിഘാതഃ വിളിച്ചു. ഈ വിധി ഇങ്ങനെ അക്രൂരൻ്റെ രൂപത്തിൽ വന്നല്ലോ. ക്രൂരമായ വിധി അക്രൂരൻ്റെ പേരിൽ വന്നു. ചില ഗോപികമാർ പറഞ്ഞു, ഇയാൾക്ക് അക്രൂരൻ ആണ് പേരിട്ടു, ക്രൂരൻ എന്നാണ് പേരിടുന്നു. ക്രൂരസ്ത്വം അക്രൂരസമാഖ്യയാസ്മനഃ. ക്രൂരൻ മാത്രം പറയാൻ പാടില്ല, അതിക്രൂരൻ പറയേണ്ടി വരും. കാരണം അക്രൂരൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിക്രൂരൻ തന്നെയാണ് അർത്ഥം. ന ക്രൂരഃ യസ്മാത് സഹ അക്രൂരഃ. അക്രൂരൻ പറഞ്ഞാൽ രണ്ടർത്ഥം കൂടി ഉണ്ടാവും. ക്രൂരൻ ഇല്ലാത്തവൻ, കൂടുതൽ ക്രൂരത ഉള്ളവൻ. നമ്മളെയും ഭഗവാനെയും ഭരിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ. കാരണം അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ അവരെ സമാധാനം ചെയ്തു. പിന്നെ പ്രത്യേകം രാധയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വീണ്ടും തിരിച്ച് വരാം എന്ന് പറഞ്ഞപ്പോഴാണ് രാധ പറയുന്നു, കണ്ണാ നിന്നോട് ഞാൻ എന്തും മറുപടി പറയും. പോകുന്ന സമയത്ത് ഒരാൾ പോകണ്ട പറഞ്ഞാൽ അർത്ഥം മാ ഗച്ഛേത്യപമംഗലം വ്രജസഖേ സ്നേഹി ഹീനം വചഃ. പോകണ്ട പറഞ്ഞാൽ അത് അപശബ്ദമാണ്. ഒരാൾ പോകുന്ന സമയത്ത് പോകണ്ട പറയാൻ പാടില്ല. പോയിക്കോളൂ പറഞ്ഞാൽ സ്നേഹമില്ലെന്നർത്ഥം. വ്രജസഖേ സ്നേഹേന ഹീനം വചഃ. പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണം. തിഷ്ഠേതി പ്രഭുത. അങ്ങനെ ആജ്ഞാപിച്ചാൽ തൻ്റെ പ്രഭുത്വം കാണിക്കുന്നത് പോലെ തോന്നും. യഥാമതി പുരുഷേഷാപ്യുദാസീനത. നിൻ്റെ ഇഷ്ടം വേണമെങ്കിൽ നിന്നോളൂ എന്ന് പോയിക്കോളൂ. അങ്ങനെ പറഞ്ഞാൽ ഉദാസീനമായി പോകും. നോ ജീവാമി ത്വയാ വിനേതി വചനം. നീ ഇല്ലെങ്കിൽ ഞാൻ ശരീരം ത്യജിക്കും. എൻ്റെ ശരീരത്തിൽ പ്രാണൻ പോവും. എൻ്റെ പ്രാണൻ നീയല്ലേ കണ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രാണൻ പോയില്ലെങ്കിലോ അത് നടപ്പാകുമോ സംശയം. നോ ജീവയാമി ത്വയാ വിനേതി വചനം സംഭാവ്യതേവാണവ തന്മാം ശിക്ഷേനാഥയത് സമുചിതം ഗന്ധും ത്വയി പ്രസ്ഥിതി. നീ പോകുന്ന സമയത്ത് എന്താ മറുപടി പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, നീ തന്നെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ എൻ്റെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ
രാധയായി ജനിക്കണം, ഞാൻ കണ്ണനായി ജനിക്കണം. നിന്നെ വിട്ട് ഞാൻ പോകുമ്പോഴാണ് ഈ വേദന മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് കണ്ണൻ ആലോചിച്ചു, നമ്മൾ ഒരു ദിവസം രാധയായി ജനിക്കണം വിചാരിച്ച് ആ ഭഗവാൻ തന്നെയാണ് വീണ്ടും കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായി ജനിച്ചു അവതാരം ചെയ്ത് രാധയാണ്. അതുകൊണ്ടാണ് രാധയെപ്പോലെ നല്ല വെളുത്ത കളകളാണ്, ഗൗരാംഗൻ എന്നാണ് പേര്. പക്ഷേ എപ്പോഴും കൃഷ്ണ വിരഹത്തിൽ രാധയുടെ അവതാരമായിട്ട് കണ്ണൻ തന്നെ ജനിച്ചതായി മഹാത്മാക്കൾ പറയും. അയാളും ഭഗവാൻ അവരെ സമാധാനം ചെയ്ത് അക്രൂരൻ യമുനാ തീരത്തിലെത്തിയപ്പോൾ മാധ്യാനിക സ്നാനം ചെയ്യാൻ വേണ്ടി കുളിക്കുന്ന സമയത്താണ് ഒപ്പം കണ്ണനും ബലരാമനും കുളിക്കുന്നത് പോലെ തോന്നി. വീണ്ടും തേരിൽ നോക്കുമ്പോൾ തേരിലുമുണ്ട്. രണ്ട് സ്ഥലത്തുണ്ടല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം നീങ്ങിയപ്പോഴാണ് ബലരാമസ്വാമി ആദിശേഷനായും കണ്ണൻ പത്മനാഭനായും ദർശനം കൊടുക്കുന്നു. അപ്പോൾ ദശാവതാര സ്തുതിയൊക്കെ ചെയ്തു. പത്മനാഭസ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് വേണ്ട പണം കിട്ടും. എന്താ കാരണം? പത്മനാഭസ്വാമി 2-3 മുറി വെച്ചിട്ടുണ്ട് പുറകിൽ, ഒരു മുറി തുറന്നാൽ മതി. അങ്ങനെ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തനിക്ക് വേണം, കുറച്ച് പൈസ വേണം അക്രൂരൻ ആഗ്രഹിച്ചിട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശവന്തകമണി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ പത്മനാഭനെ സ്തുതിച്ചു. കമലനയന വാസുദേവ പാണ്ഡുരംഗാ പാഹി മാം, പത്മനയന പത്മചരണ പത്മനാഭാ പാഹി മാം, കമലനയന വാസുദേവ പാണ്ഡുരംഗാ പാഹി മാം, പത്മനയന പത്മചരണ പത്മനാഭാ പാഹി മാം. പത്മനാഭനെ സ്തുതിച്ച് പിന്നെ അക്രൂരൻ്റെ ഒപ്പം മഥുര നഗരത്തിൽ ഇറങ്ങി. അക്രൂരൻ പോയ ശേഷം സന്ധ്യാസമയത്ത് ആ നഗരം ചുറ്റി നോക്കാൻ വരുന്ന സമയത്താണ് ഒരു അളക്കക്കാരൻ, ഒരു മണ്ണാൻ അവിടെ വന്നു. അവനോട് വസ്ത്രം തരണേ യാചിച്ചപ്പോൾ അവൻ ഭഗവാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. രാമായണത്തിൽ നിന്ദിച്ച അതേ മണ്ണാനാണ്. രാവണനെ പോലെ സാധുവായിരുന്നാൽ ചെയ്യാമില്ല പറഞ്ഞ ഭഗവാൻ ആ മണ്ണാനെ വധിച്ച് അവൻ്റെ വസ്ത്രമൊക്കെ കുട്ടികൾക്കും കൊടുത്തു, സ്വയം എടുത്തു. പക്ഷേ അത് കുറച്ച് വലുതായപ്പോൾ ഒരു തുന്നൽക്കാരൻ അവിടെ വന്ന് ഭഗവാനക്ക് അലങ്കാരം ചെയ്തു. ആ തുന്നൽക്കാരനെയും ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെ ഒരു മാളാകാരൻ്റെ വീട്ടിൽ ചെന്ന് മാലകളൊക്കെ സ്വീകരിച്ച് ഭഗവാനക്ക് മാല കെട്ടി സമർപ്പിച്ചവർക്ക് എന്തൊക്കെ കിട്ടും അത് കാണിച്ചു തരുന്നു ഭഗവാൻ. ഇതി തസ്മൈ വരം ദത്വാ ശ്രിയഞ്ച അന്വയവർദ്ധിനി ബലം ആയുഹു യശഃ കാന്തി. ബലം, ആയസ്, യശസ്, കാന്തി, ഐഷ, ശ്രിയം, അന്വയവർദ്ധിനി എന്നൊക്കെ വലിയ അനുഗ്രഹമൊക്കെ ചെയ്തു ഭഗവാൻ. മാളയും സ്വീകരിച്ച് പോകുന്ന സമയത്താണ് ഒരു ചന്ദനക്കൂട്ടുകാരി. പക്ഷേ ശരീരം 3 വളവായിരിക്കുന്നു, മനസ്സ് നേരായിരിക്കുന്നു. ചില ആളുകൾക്ക് ശരീരം നേരായിരിക്കുന്നു, മനസ്സ് അഷ്ടാവക്രമായിരിക്കുന്നു, 8 കോണലായി. അപ്പോൾ ഭഗവാൻ നോക്കി, ചിത്തസ്ഥാം രുചുത്താം അഥ പ്രഥയിക്കും. ഈ കൂണിയുടെ മനസ്സ് പോലെ തന്നെ ശരീരതും ആയിക്കോട്ടെ വിചാരിച്ചു. ശരീരം എങ്ങനെയായാലും കുഴപ്പമില്ല, മനസ്സ് നന്നാവണം. അതാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കൂണിയെ തൻ്റെ കാലുകൊണ്ട് അമർത്തി പിടിച്ചു, കൈ കൊണ്ടുകൊണ്ട് നിവർത്തിയപ്പോൾ ബഭൂവ പ്രമദോത്തമ താവത് ജഗത് സുന്ദരി, ജഗത് സുന്ദരിയാക്കി മാറ്റി, മിസ് യൂണിവേഴ്സ് എന്ന് ആക്കി ഭഗവാൻ. പിന്നെ അവൾ കൊടുത്ത ചന്ദനവും സ്വീകരിച്ച് ധനുർയാഗത്തിന് വച്ചിരുന്ന വില്ലും മുറിച്ചു. അത് കേട്ട് കംസൻ ആൾക്കാരെ പറഞ്ഞുവിട്ട് കാവൽക്കാരെയും ഭഗവാൻ അടിച്ച് അവരെയും വധിച്ചു. അടുത്ത ദിവസം രാവിലെ വരുമ്പോഴാണ് ആണപ്പാപ്പൻ വലിയ ആനയുമായി അവിടെ നിൽക്കുന്നു. ഗോലിയാപടം പേരുള്ള ആനയാണ്. സഹസ്രദ്വീപ സപ്തഭൃത്, 1000 ആനയ്ക്കുള്ള ബലമാണ്. അവൻ രാമകൃഷ്ണന്മാരുടെ അടുത്ത് ആനയെ പ്രേരണ ചെയ്തപ്പോഴാണ് അതിൻ്റെ ദന്തം ഭഗവാൻ മുറിച്ചെടുത്തു. അത് ഒന്ന് സ്വയം എടുത്തു, പിന്നെ ബലരാമൻ്റെ സ്ഥാന കയ്യിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ ആനയെ കൊന്ന് ദന്തവുമായി ഭഗവാൻ വരുമ്പോൾ ഗോപാലബാലകന്മാർ ജയഘോഷം ചെയ്തു. ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോപാല ബാല പ്രാണനാഥ കൃഷ്ണ ജയ് ഗോവിന്ദ
कृष्ण जय गोपाल कृष्ण जय गोपाल बाल प्राणलाल कृष्ण जय गोपिका मनहारि प्यारी मोगन मुरलीधारी गोपिका मनहारि प्यारी मोगन मुरलीधारी माही मेरा मन विहारी कृष्ण जय माही मेरा मन विहारी कृष्ण जय 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 कृष्ण 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 राधा कृष्ण जय कृष्ण 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 राधा कृष्ण जय നാമം ജപിച്ച് ഗോപാലബാലകന്മാർക്ക് ജയഘോഷം ചെയ്ത് വരുന്നു. കംസൻ നോക്കുമ്പോൾ കംസനക്ക് യമൻ തന്നെ വരുന്നത് പോലെ തോന്നുന്നു. മൃത്യുർഭോജപതേഹി. അവിടെ 9 തരം ആൾക്കാർക്ക് 9 രസമായി ഭഗവാൻ നവരസ കൃഷ്ണനായി ദർശനം കൊടുക്കുന്നു. യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അവർ ആദ്യം വന്നു മല്ലന്മാർ. ആദ്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരാണ് കണ്ണൻ്റെ അടുത്ത് എങ്ങനെ യുദ്ധം ചെയ്യാൻ പഠിച്ചു. അങ്ങനെ യുദ്ധം ചെയ്യുന്നിടത്ത് ഒറ്റ അടിയിൽ ചാണൂരനെ വധിച്ചു, മുഷ്ടികനെ ബലരാമൻ വധിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവരും ജയഹോ ജയഹോ ഭഗവാനക്ക് ജയഘോഷം ചെയ്തപ്പോൾ കംസനും അറിയാതെ ജയഹോ പറഞ്ഞ് നോക്കുമ്പോഴാണ് തൻ്റെ ആട്കൾ വീണ് കിടക്കുന്നു. ബലരാമനും കൃഷ്ണനും ജയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കൽപ്പിച്ചു കംസൻ നന്ദം ബദ്ധീത ദുർമതിം നന്ദഗോപന കട്ടണം വസുദേവസ്തു ദുർമേധ മന്യത വസുദേവനെ വെട്ടണം, കുട്ടികളെ വിരട്ടണം എന്നൊക്കെ ആജ്ഞ കൊടുക്കുന്ന സമയത്താണ് ഭഗവാൻ കംസൻ്റെ മുന്നിൽ ചാടി കയറി അവൻ്റെ കേശം പിടിച്ച് മല്ലരംഗത്തിൽ വീഴ്ത്തി അവൻ്റെ മാരടുത്ത് വേഗം ഇടി കൊടുത്തപ്പോഴാണ് കംസൻ നോക്കുന്നു. എന്നെ കൊല്ലുന്നത് 10 വയസ്സ് ഉണ്ണിയാണ്. ആരാണ് ആ ഉണ്ണി നോക്കുമ്പോൾ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ. ദദർശ ചക്രായുധമഗ്രതോജക തദേവ രൂപം ദുരവാപമാപ. തൻ്റെ ചതുർഭുജ രൂപം കാണിച്ചു കൊടുത്ത് കംസനക്ക് മുക്തി കൊടുത്തു ഭഗവാൻ. കംസൻ്റെ സഹോദരന്മാർക്ക് ബലരാമസ്വാമി മുക്തി കൊടുത്തു. പിന്നെ കംസൻ്റെ അച്ഛനെ ജയിലിൽ നിന്നും വിമോചനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി സ്വന്തം അച്ഛനന്മാരെ ജയിലിൽ നിന്നും ഭഗവാൻ വിമോചനം ചെയ്ത് പറയുന്നു, കുട്ടികളൊക്കെ അച്ഛനന്മാരെ വേണ്ട വിധത്തിൽ നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിൽ എന്താകും, അവർക്ക് ഭക്ഷണം പോലും കിട്ടാതെ അവസാനം സ്വന്തം മാംസം കടിച്ചിട്ടുണ്ടെന്ന രീതിയിൽ അവർ ബുദ്ധിമുട്ടും. സർവ്വദേവരും അമ്മയാണ്, സർവ സ്ത്രീ ദേവതകളും അമ്മയാണ്, പുരുഷദേവതകളൊക്കെ അച്ഛനന്മാരാണ്. പിന്നെ പ്രത്യേക ദേവന്മാരെ നോക്കി പോവേണ്ട ആവശ്യമില്ല. അച്ഛനന്മാർ നോക്കിയിരുന്നാൽ മതി, ദേവന്മാർക്ക് അവനെ തേടി വരും. അതാണ് മഹാരാഷ്ട്രത്തിലൊരു ഭക്തനെ തേടി ഭഗവാൻ തന്നെ ദ്വാരകാധീശൻ അവിടെ ചെന്നു. അങ്ങനെ അച്ഛനന്മാരെ നോക്കണം എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. അതിനുശേഷം സാന്ദീപിനി ഗുരുകുലത്തിൽ ചെന്ന് 64 ദിവസങ്ങളിൽ 64 കഥകൾ പഠിച്ച് ഗുരുദക്ഷിണ എന്താണ് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് സാന്ദീപിനി പറഞ്ഞു, 12 കൊല്ലം മുമ്പ് ഞാൻ സോമനാഥ് പ്രവാസ ക്ഷേത്രത്തിൽ കുളിക്കാൻ പോയപ്പോൾ എൻ്റെ ഉണ്ണിയും ഉണ്ടായിരുന്നു. ആ ഉണ്ണിയെ തിരമാലയെ കൊണ്ടുപോയി തിരമാലയിൽ പോയി ആ സമുദ്രത്തിൽ വീണ് മരിച്ച് എൻ്റെ കുട്ടി തിരിച്ചു കിട്ടിയാൽ കൊള്ളാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ശരി പറഞ്ഞ് സമുദ്രത്തിൽ ചെന്ന് അവിടെ ഒരു പഞ്ചജനം പേരുള്ള അസുരൻ അവനെ വധിച്ച് അവൻ്റെ ശിരസിലിരിക്കുന്ന പാഞ്ചജന്യം സംഘം എടുത്ത് യമലോകത്തിൽ ചെന്ന് ചോദിച്ചു യമനോട്, എൻ്റെ ഗുരുപുത്രൻ എവിടെ? യമധർമ്മരാജാവ് പറഞ്ഞു, അവരുടെ പ്രാരബ്ധം അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, പ്രാരബ്ധം എന്താണ് ഞാൻ ചോദിക്കുന്നില്ല, എൻ്റെ ആജ്ഞയാണ്. ഞാൻ പറയുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മച്ഛാസന പുരസ്കൃത, എൻ്റെ ശാസനമാണ് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ആ ജീവനെ തിരിച്ചു കൊടുത്തു. 12 കൊല്ലം മുമ്പ് മരിച്ച കുട്ടിക്ക് ഇപ്പോൾ 12 മുതൽ 24 വയസ്സിൻ്റെ പ്രായം. 24 വയസ്സിൻ്റെ പ്രായം മാത്രം, 24 വയസ്സിൻ്റെ ശരീരം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, 24 വയസ്സിൻ്റെ ബുദ്ധിയും കൂടി വേണം. 24 വയസ്സ് കുട്ടിക്ക് 12 വയസ്സിൻ്റെ ബുദ്ധിയായാൽ അത് ശരിയാവില്ല. അത്ര ബുദ്ധിയും ഭഗവാൻ കൊടുത്ത് ഗുരുദക്ഷിണയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് ഭഗവാൻ വിചാരിച്ച പ്രാരബ്ധം പോലും മാറ്റിത്തരും എന്ന കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഗുരുകുലത്തിൽ പഠിച്ചു വന്ന് മഥുരാ സാമ്രാജ്യം ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തത്കാലം ഇപ്പോൾ നിർത്താം.